ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ വിഷ്വലൈസ് എ കോഡ് എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഹാപ്പൻസ് ആസ് ദി കമ്പ്യൂട്ടർ റൺസ് ഈച്ച് ലൈൻ ഓഫ് കോഡ്. എന്താ വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ പ്രോഗ്രാം ഓരോ ലൈനും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത് എന്ന് വെച്ചാൽ വിഷ്വലൈസ് കോഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പരിചയപ്പെടുന്നത് pythontutor.com എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ്. അപ്പോൾ ഈ ഒരു സൈറ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് കണ്ടോ, പൈത്തൺ, ജാവ, C++, ജാവ സ്ക്രിപ്റ്റ് ആൻഡ് റൂബി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈറ്റ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് വിഷ്വലൈസിങ് യുവർ കോഡ് നൗ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഏത് ലാംഗ്വേജസ് ആണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ പൈത്തൺ 3.6 സെലക്ട് ചെയ്തു. അപ്പോൾ സി ആണെങ്കിൽ സി കൊടുക്കാം, റൂബി ആണെങ്കിൽ റൂബി കൊടുക്കാം, ജാവ ആണെങ്കിൽ ജാവ കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കോഡ് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് ഫാക്ടോറിയൽ കാണാനുള്ള നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഫാക്ടോറിയൽ കാണാനുള്ള പ്രോഗ്രാം ഒന്ന് ഇതിലൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രോഗ്രാം ഉള്ളത് കണ്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യാം, നേരെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്താലും മതി. കണ്ടോ, പേസ്റ്റ് ചെയ്യാം. ഈ ഒരു പ്രോഗ്രാം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എങ്ങനെ ഈ ലൈൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നോക്കാം. വിഷ്വലൈസ് എക്സിക്യൂഷൻ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രോഗ്രാം ഫസ്റ്റ് ലൈൻ ഇവിടെ വന്നു. ഇനി എന്ത് ചെയ്യാം, നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മിലേക്ക് വേരിയബിളിലേക്ക് ഒരു ഉണ്ടോ, ഇവിടെ ഗ്ലോബൽ ഫ്രെയിം ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ലൈനിൽ ഇവിടെ വന്നു ഉണ്ടോ, നമ്മിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഇവിടുന്ന് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി നമുക്ക് ഈ ലൈൻ എങ്ങനെ പോകുന്നു നോക്കാം. x=1 ആണോ നോക്കി, അല്ല. അപ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിധ ഫാക്ടോറിയൽ പിന്നെ നമുക്ക് കോൾ ചെയ്യുന്നുണ്ട് കണ്ടോ. ഇവിടെ ഒരു ഫംഗ്ഷൻ പിന്നെയും കോൾ ചെയ്തു, ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തു. 2 വെച്ചിട്ട് ഫസ്റ്റ് 3 വെച്ചിട്ട് കോൾ ചെയ്തു, 1 വെച്ച് കോൾ ചെയ്തു. അപ്പോൾ x=1 ആയതുകൊണ്ട് ഈഫിൻ്റെ അകത്ത് കയറി. അപ്പോൾ അവിടെ നിന്ന് അതെന്ത് ചെയ്തു, റിട്ടേൺ വാല്യൂ ഓഫ് 1 റിട്ടേൺ ചെയ്തു. പിന്നെ 2 റിട്ടേൺ ചെയ്തു. ഉണ്ടോ, ലാസ്റ്റ് ഇവിടെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യിച്ചു. ഉണ്ടോ. അപ്പോൾ ഇതാണ് വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ പ്രോഗ്രാമിൻ്റെ ഓരോ സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോഗ്രാം ഈസി ആയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സൈറ്റാണ് pythontutor.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഓക്കെ.